ഭംഗിയുള്ള സ്ഥലമല്ലേ. ഹലോ ഹായ്, ട്രാവൽ ബക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ നമ്മൾ കുക്കിംഗ് വീഡിയോ തന്നെ ഇങ്ങനെ കണ്ട് എല്ലാവർക്കും ബോറടിച്ചിട്ടില്ലേ. അപ്പോൾ വീട്ടിലിരുന്ന് ഞങ്ങൾക്കും ബോറടിച്ച് തുടങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള തേയിലത്തോട്ടത്തിലൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇതിലൊരു സംഗതി ഉണ്ട് നമ്മുടെ വീഡിയോയിൽ, അത് നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കയറി നടന്ന ചെറിയ നല്ല കുന്ന് പോലത്തുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഇവിടെ നാട്ടിൽ മൊത്തം. അതായത് നമ്മുടെ വീടിൻ്റെ സൈഡുകളിലൊക്കെ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ചേർന്നുള്ള തേയിലത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങൾ വെറുതെ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ കയറി വന്നാണ് ഇവിടുത്തെ ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാണാസുര ഹിൽസിൻ്റെ, അതായത് ബാണാസുര മലനിരകളുടെ വ്യൂ ആണ് നമുക്ക് ശരിക്കും കിട്ടാൻ. ശരിക്കും നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച്, അതായത് നിഗൂഢതകൾ നിറഞ്ഞതാണ് നമ്മുടെ പ്രകൃതി എപ്പോഴും. അപ്പോൾ ഈ നിഗൂഢതകൾ ചില സമയത്ത് നമുക്ക് ഭയങ്കര അനുഗ്രഹമൊക്കെ ആവും. അപ്പോൾ അതേപോലത്തെ അങ്ങനത്തെ ഒരു പ്രകൃതിയുടെ അത്ഭുതം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളതെവിടെ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഈ കാവ് പോലത്തെ കാടൊക്കെ പിടിച്ച ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ആ അത്ഭുതം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലെ കാഴ്ചകൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മളിങ്ങനെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ വന്നിരുന്ന് കളിച്ച് ഈ കുന്നും മലയൊക്കെ കയറി നടന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ട്രെക്കിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ പഠിച്ചതേ ഇവിടുന്ന് തന്നെ ആയിരിക്കും. കാരണം ഈ മലയൊക്കെ കയറി നടന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ബാക്കി മലകളൊക്കെ കയറാനുള്ള ആഗ്രഹവും അങ്ങനെയൊക്കെ ഉണ്ടായത്. ഇത് എന്താ പറയുക, ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഫീലാണ്. ഈ കാണുന്ന വള്ളികളാണ് ഞാൻ പറഞ്ഞ പ്രകൃതിയുടെ അത്ഭുതം. എന്താണെന്നായിരിക്കും അല്ലേ? ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കാട്ടിലോ എവിടെയെങ്കിലും അകപ്പെട്ടു പോയാൽ നമ്മൾക്ക് കുറച്ച് സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആ കാട്ടിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ളതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്ലാന്റാണ് ഈ കർണക്കൊടി. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കർണക്കൊടി എന്നാണ് പറയുക. ഈ വള്ളി ഇപ്പോൾ ഫോറസ്റ്റിലൊക്കെ നമ്മൾ നമുക്ക് വെള്ളം കിട്ടാൻ ഒരു മാർഗ്ഗമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ അകപ്പെട്ടു പോയാൽ ഒരു പെട്ടെന്നുള്ള നമ്മുടെ ഒരു വളരെ അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ഒരു വള്ളിയാണ് ഈ കാണുന്നത്. ഇതുകൂടാതെ പന്നിവള്ളി, മുത്താരിത്തണ്ട്, മണിവള്ളി എന്നിവയൊക്കെ നമുക്ക് ഇതേപോലെ വെള്ളത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞതൊന്നും നമുക്കിപ്പോൾ ഇവിടെ കാണാനില്ല. നമുക്കിത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെയാണ് വെള്ളം എടുക്കുന്നതെന്ന് നോക്കാം. ഇതിൽ നമുക്ക് എങ്ങനെയാണ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഈ മണിവള്ളിയും മുത്താരിത്തണ്ടും ഒക്കെ പിന്നീട് അവസരങ്ങളിൽ എനിക്കത് കാണാൻ പറ്റുന്ന സമയങ്ങളിൽ ട്രെക്കിങ്ങിൻ്റെ ഇടയിലോ എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. രീതിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുകളിൽ വെട്ടണം, അതിനുശേഷം താഴേന്ന് വെട്ടിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ താഴേന്ന് വെട്ടുന്നെങ്കിൽ വെള്ളം വലിഞ്ഞു പോകും ആദ്യം. അപ്പോൾ ആദ്യം നമ്മൾ മുകളിൽ നിന്നാണ് വെട്ടുന്നത്. ഇത് വെള്ളം വരുന്നതുണ്ടോ?
ഞാൻ കുറച്ച് വെള്ളം കുടിച്ചായിരുന്നു. അതതിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കയ്യിലേക്ക് പിടിക്കുന്നതാണ്. അതായത് ഒരു കുടിച്ച വെള്ളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഒരു ചുവ വ്യത്യാസമൊന്നുമില്ല. കുറച്ചൊരു ചമർപ്പ്, ഒരു ചെറിയൊരു ചമർപ്പുണ്ട്. പക്ഷെ നല്ല തണുത്ത നല്ല നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന പോലത്തെ തണുപ്പുള്ള നല്ല വെള്ളമാണ്. ഞാനൊരു 3 കുമ്പിൾ വെള്ളമൊക്കെ കുടിച്ചു കൈക്കുമ്പിളിൽ. ഇത് ജിംനോസ്പേം വർഗ്ഗത്തിൽപ്പെട്ട നീറ്റം എഡിയുൾ എന്ന ചെടിയാണ്, വള്ളിച്ചെടിയാണ്. ഇതിനെ കറുത്ത ഓടൽ, മങ്കീസ് ബ്രിഡ്ജ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം ഭാഗത്തേക്ക് ഇതിനെ പാമ്പും വള്ളി എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് നോക്കുമ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന പോലെയൊക്കെ ഉള്ളത് കൊണ്ടാവാം അതിനെ പാമ്പും വള്ളി എന്ന് വിളിക്കുന്നത്. നീലഗിരി ബയോസ്ഫിയറിൽ, വെസ്റ്റേൺ ഗട്ട്സിൽ, അതേപോലെ മിക്ക ഷോല ഫോറസ്റ്റുകളിലും റെയിൻ ഫോറസ്റ്റുകളിലും ഇത് കാണപ്പെടാറുണ്ട്. നല്ലപോലെ വണ്ണം വെക്കുന്ന ഒരു ചെടിയാണിത്. ഇതതിൻ്റെ ഇലകളാണ്. ഇതിൻ്റെ കായ്കൾ ഉണ്ടാകുന്നത് ഈ തണ്ടിൽ നിന്ന് തന്നെയാണ്. ഇതാ കാണുന്നത് പോലെയാണ് ഇതിൻ്റെ കായ്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ട്രെക്കിങ്ങിനൊന്നും പോകുമ്പോൾ ആരും വെള്ളം എടുക്കാതെ ഒന്നും പോവില്ല. വെള്ളമൊക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണ ട്രെക്കിങ്ങിനൊക്കെ പോവുക. പിന്നെ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ട് നമ്മൾ കാടിൻ്റെ ഉള്ളിൽ പെട്ടു, നമ്മുടെ കയ്യിൽ വെള്ളമില്ല, പിന്നെ അത്യാവശ്യമായിട്ട് നമുക്ക് ഒരു ഡ്രോപ്പ് വെള്ളം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അറിവാണ്. നമ്മളിത് അറിഞ്ഞു വെച്ചിരിക്കുകയാണ് വേണ്ടത് ശരിക്കും, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അല്ലാതെ ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ട് ഞാൻ എപ്പോഴും എല്ലാ കുക്കിംഗ് വീഡിയോയും കഴിഞ്ഞിട്ട് പറയാറുണ്ട് നിങ്ങളിതെല്ലാവരും ചെയ്തു നോക്കണമെന്ന്. അതേപോലെ ആരും പോയിട്ട് ഇത് ചെയ്തു നോക്കി വെറുതെ നശിപ്പിച്ച് കളയരുത്. കാട്ടിലോ പറമ്പിലോ അവിടെ ഇവിടെയൊക്കെ കാണും ഇത്. പക്ഷെ അതൊന്നും വെറുതെ നശിപ്പിച്ച് കളയരുത്. ഒരു ഡെമോയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇതുണ്ടോയെന്ന് നോക്കാനൊന്നും വേണ്ടിയിട്ട് നിങ്ങളത് നശിപ്പിച്ച് കളയാൻ പാടില്ല. നമുക്ക് നമ്മളുടെ ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകൃതി ഇങ്ങനെയൊന്ന് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ പശ്ചിമഘട്ട കാടുകളിൽ ധാരാളമായി കണ്ടുവരുന്ന ടെർമിനാലിയ പനിക്കുലേറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന മരുത് എന്ന വൃക്ഷം. ഈ വൃക്ഷത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു മുഴ പോലെ കാണാൻ പറ്റും. ആ മുഴ പോലത്തെ സ്ഥലങ്ങൾ വെട്ടിയാൽ നമുക്ക് അവിടുന്ന് വെള്ളം ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഈ അറിവുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇനി എന്തെങ്കിലും കാട്ടറിവുകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോൻ്റെ ഇടയിൽ ഓരോന്നോരോന്നായിട്ട് വരുന്നതായിരിക്കും. ബായ്.